ഈ പാരടിപ്പാട്ട് ശബരിമല പോറ്റിയെ കയറ്റിയെ അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തുടക്കത്തിലെ ആ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അല്പം ഭംഗിയല്ലാത്ത മലയാളമുള്ളത്. ബാക്കിയൊക്കെ ഒരു പാരടി, അതിൻ്റെ ഹാസ്യമുണ്ട്, എല്ലാം ഉള്ള ഒരു പാട്ടാണ്. ആ പാട്ടിനെതിരെ ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എഴുതിയ പാട്ടാണ്. അതുകൊണ്ട് അതാരും ചിന്തിക്കാറില്ല. ആ പാട്ടിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ഒരു ശില്പി ഒരിക്കലും ശില്പം ഉണ്ടാക്കുമ്പോൾ കല്ല് കാണാറില്ല, മനസ്സിലുള്ളത് ആ ശില്പം എന്താ അതാണ് എന്ന് പറയുന്ന പോലെ കേരളം കണ്ടുകൊണ്ടിരുന്ന ഒന്നിനെ പെട്ടെന്ന് അതിനെ ഒരു വർഗീയമാക്കി ഒരു മതത്തെ അപമാനിക്കുകയാണെന്നൊക്കെയുള്ള മാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രകടനത്തിലാണ് നമ്മൾ. അത് കോടതിയിൽ കേസാണ്, തീർച്ചയായിട്ടും കോടതി അതിൻ്റെ അഭിപ്രായം പറയും. എങ്കിലും അങ്ങയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? രാജേന്ദ്ര സാറേ, റഷ്യയിൽ സ്റ്റാലിൻ ഭരിച്ചിരുന്നൊരു കാലം നമുക്കറിയാമല്ലോ. സ്റ്റാലിൻ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കുറച്ചുകൂടെ അയവ് വന്നു, കമ്മ്യൂണിസത്തിന്റെ തീവ്രതയ്ക്ക് അയവ് വന്നു. നികിത ക്രൂഷ്ചോവ് ആയിരുന്നു അതിനുശേഷം പിന്നീട് അധികാരത്തിലേക്ക് വന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റും, അപ്രോച്ചബിൾ ആണെന്ന രീതിയിൽ കുറെ പത്രക്കാര് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്റ്റാലിന്റെ കാലത്ത് ഒരുപാട് മോശം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നല്ലോ, എന്തുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിട്ട് നിങ്ങളാരും അതിനെക്കുറിച്ച് എതിർത്തില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഈ ക്രൂഷ്ചേവ് വളരെ സൗമ്യനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ക്രുദ്ധനായിട്ട് ചോദിച്ചു, ആരാണത് പറഞ്ഞെന്ന് ചോദിച്ചു. പെട്ടെന്ന് സമ്പൂർണമായ നിശബ്ദത. മാധ്യമങ്ങളിലെ പത്രങ്ങളാണെന്ന് ഒരു പത്രക്കാരന്റെ നാവ് അനങ്ങുന്നില്ല. അവർ പെട്ടെന്ന് ആ സ്റ്റാലിൻ യുഗത്തിലേക്ക് പോയി. അവരൊറ്റ ചോദ്യം കൊണ്ട്. അപ്പോ പെട്ടെന്ന് ചിരിച്ചിട്ട് ക്രൂഷ്ചേവ് പറഞ്ഞു, ഇതായിരുന്നു അന്നത്തെ എന്റെ ഈ അവസ്ഥ, അതുകൊണ്ടാണ് മിണ്ടാൻ പറ്റില്ല, തോക്കൻ മുനയിലാണ്. അതെ. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഗവൺമെന്റിന് ഭരണമുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എപ്പോഴും പറയുന്നവരാണ്. ഇവിടെ ചില സിനിമകളുടെ പേരൊക്കെ വരുമ്പോൾ ചില സിനിമകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലേക്ക് വരികയും ചില സിനിമ ആവിഷ്കരിക്കാനേ പാടില്ല, അത് മതപരമായ ധ്രുവീകരണം, വർഗീയത ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് ഇതേ ആൾക്കാർ തന്നെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ഈ ഗാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു വിശ്വാസി എന്ന രീതിയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ ഹിന്ദു ഐക്യവേദി ഇവിടെയുണ്ട്, നിരവധിയായ സംഘടനകളുണ്ട്, അവരാരും അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏതോ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ, അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞുകൂടെ, എന്തും ആയിക്കോട്ടെ, ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കേസാണ്. പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ പണ്ട് ഒരു സംഭവമുണ്ട് സാർ, അത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് അധ്യാപകന്റെ കൈവെട്ടിയ കേസ് യഥാർത്ഥത്തിൽ ഒരു വികലമായ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നുണ്ടായതാണ്. അതായത് ആ സംഭവം ഒരു പെൺകുട്ടിയുടെ ചോദ്യ പേപ്പർ കിട്ടുന്നു, അത് അവൾ വീട്ടിൽ പറയുന്നു, വീട്ടുകാരത് മോശമാണെന്ന് പറയുന്നു. അതോടുകൂടി അന്നുണ്ടായിരുന്ന ഇന്ന് നിരോധിച്ചൊരു തീവ്രവാദ സംഘടന അതിനെക്കുറിച്ച് വ്യാപകമായിട്ട് പോസ്റ്ററുകൾ എഴുതി ഒട്ടിക്കുന്നു. പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചു, അത് ആ പ്രദേശത്ത് മാത്രം നിൽക്കുന്ന അധ്യാപനെതിരെയാണ്, ഒരു പ്രശ്നമാണ്. പക്ഷേ അന്ന് അതേ സംബന്ധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ M.A. ബേബിയാണ്. അദ്ദേഹത്തിന് ആ ചോദ്യത്തോട് ഇങ്ങനെ പ്രതികരിക്കാമായിരുന്നു. അതൊരു ചോദ്യ പേപ്പറിൽ ഒരു കൊച്ചു മുഹമ്മദിന്റെ ഒരു നാടകത്തെ സംബന്ധിച്ചൊരു ചോദ്യമാണ്, അതിന് വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ അവിടെ തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു. അതിനു പകരം നമ്മളുടെ ഭരണാധികാരികളുടെ ഒരു പ്രത്യേകത, അതൊരു വലിയ വിഷയമായിട്ട് ആളിക്കത്തിച്ചു. അതിനെതിരെ കർശനമായ നടപടിയെടുക്കും, അതേക്കുറിച്ച് അന്വേഷിക്കും. അപ്പോഴെന്താ സംഭവം? ഇതെന്തോ വലിയ കാര്യമായിട്ട് അപ്പൊ തന്നെ ചിത്രീകരിക്കുകയാണ്. അപ്പൊ ഇത്ര പരിണതപ്രജ്ഞന്മാരിരിക്കേണ്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അതേപോലെ ഇവിടെ ഇപ്പോ ഒരു ഗാനം വരും, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വന്ന ഗാനമാണെന്ന് നഗ്നമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതല്ലാതെ ഒന്നിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അത് രചിച്ചത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതൊരു പ്രസക്തമായ കാര്യമായിട്ട് വരണമെങ്കിൽ ആ രീതിയിലുള്ള വർഗീയമായ ഒരു കലാപമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആക്സെന്റിൽ അതിനെ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമോ ഉണ്ടാകണം. ഇതാരും ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്തത് CPM വൃത്തങ്ങൾ മാത്രമാണ്. ആ ഗാനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അകന്നു നിൽക്കാൻ അത് അവർക്ക് ദോഷം വരും എന്ന് മനസ്സിലാക്കി അവരതിനോട് അകലം പാലിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, ഇലക്ഷന്റെ സമയത്ത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കേസെടുത്തില്ല? അപ്പോൾ വരെ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തനി സ്വഭാവം, തോറ്റെന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കേസൊന്നും ഉണ്ടാവില്ല. അപ്പൊ തോൽവിക്ക് കാരണങ്ങളിൽ ഒന്ന് ഈ പാട്ടാണെന്നൊരു ബോധം തന്നെയുമല്ല.
ഭൂരിപക്ഷം തങ്ങൾക്കെതിരായിരിക്കുന്നു എന്നൊരു തോന്നൽ. അപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രം, ഇത് അപകടകരമായ തന്ത്രമാണ്. ഹിന്ദുക്കളിൽ ആർക്കും ആ ഒരു മുസ്ലിം പാട്ട് എഴുതിയതുകൊണ്ടോ പാട്ട് പാടിയതുകൊണ്ടോ ഒരു തരത്തിലുള്ള വികാരങ്ങളുമില്ല. കാരണം അവർ സന്തോഷിക്കുകയാണ്. കാരണം അതിലെ പ്രമേയം എന്ന് പറയുന്ന രാഷ്ട്രീയമായിട്ടൊരു പ്രമേയമാണ്, മതപരമായിട്ടൊരു പ്രമേയം അല്ല. അതിലുള്ള ദുഃഖം ഒരു മലപ്പുറത്തെ ഒരു മുസ്ലിമിനും അത് അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? മറ്റു മതങ്ങളിലെ അനുഭവപ്പെടുന്ന ഇതുപോലുള്ള മോഷണങ്ങളുടെ പേരിലും അദ്ദേഹത്തിൻ്റെ വേദനയുണ്ടായി എന്ന് പറയാൻ ഉള്ള സർവ്വ അവകാശവും അദ്ദേഹത്തിനുണ്ട്. എന്താണ് കാര്യം? ശബരിമല എന്ന് പറയുന്നത് സർവ്വ മതങ്ങളിലും പെട്ട ആളുകൾക്കും പോകാവുന്ന ഒരു ഇരിപ്പിടമാണ്. യേശുദാസ് പോയിരുന്നു, അതുപോലെ എത്രയോ പേർ ഇതര മതങ്ങളിൽപ്പെട്ടവർ അവിടെ പോയിരുന്നു. മുസ്ലിമും പോകുന്നുണ്ടാവും. അവരെ തൊഴുതിട്ടാണ് ശബരിമലയിലേക്ക് ഹിന്ദുക്കൾ പോകുന്നത്, പള്ളിയിൽ കയറിയിട്ടാണ് പോകുന്നത്. അവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാവുന്നില്ല, മത ഐക്യം, മത സാഹോദര്യം ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സാഹോദര്യത്തിൻ്റെ മണിനാദമാണ്, മതമൈത്രിയുടെ മണിനാദം. അതിനെ ഈ കേസെന്ന് പറയുന്ന സംഗതി കൊണ്ടുപോയിട്ട് അതിൽ വിഷം കലക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. കേരള ഗവൺമെൻറ് ആസൂത്രണം ചെയ്തതാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെയാണ് ഈ പ്രശ്നം. വകുപ്പുകളനുസരിച്ചാണല്ലോ കേസ് പോകുന്നത്. അവിടെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളല്ലോ ആ വകുപ്പനുസരിച്ച് വേണമെങ്കിൽ ഈ കേസിൽ ഗൾഫിലിരിക്കുന്ന ഈ ഗാനത്തിൻ്റെ രചയിതാവ് വേണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാം. അതാണ് ദൗർഭാഗ്യം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ കേസ് ക്വാഷ് ചെയ്യപ്പെടണമെന്നാണ്, അല്ലേ? മലയാളികൾ നമ്മുടെ നാട്ടിലെ കോടതികൾ നമുക്ക് അറിയാവുന്നിടത്തോളം വളരെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അപ്പൊ കോടതികളിൽ വിശ്വാസമുള്ള ഒരു ജനസമൂഹത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ഇതിനെ കാണുന്നത്, ഒരു ഗാനരചയിതാവിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപേ തന്നെ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുകയോ അല്ലെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. ഘോഷ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പ്രശ്നം കാണുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്, അവരെപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളവരാണ്. കേരളത്തില് ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു നാടകം കളിക്കുന്നതിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്ത് നിന്ന് കുറെ പ്രശ്നങ്ങൾ ഒരു 80-കൾ എന്നാണ് എൻ്റെ ഓർമ്മ ഉണ്ടായി. അന്ന് ഇടതുപക്ഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒപ്പമായിരുന്നോ സഭയുടെ ഒപ്പമായിരുന്നോ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ സംസാരിച്ചു. ഓക്കെ, നാരദൻ കേരളത്തിൽ എന്ന് പറഞ്ഞ് മറ്റൊരു നാടകം, അത് കുറച്ച് ഹിന്ദു വിശ്വാസികൾക്ക് അലോസരമുണ്ടാക്കി. അപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്ലക്കാർഡായിരുന്നു CPM ഉയർത്തിപ്പിടിച്ചിരുന്നത്. ഇതേപോലെ TP 51 വെട്ട് പെട്ടെന്ന് ഈ പ്ലക്കാർഡ് താഴുന്നു. എന്നിട്ട് അത് പ്രദർശിപ്പിക്കാനായിട്ട് പോകുന്ന തിയേറ്ററിനെതിരെ ഭീഷണി വരുന്നു. അതിന്റെ നിർമ്മാതാവ് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത്തരം രീതി എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. പക്ഷെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരെപ്പോഴും എന്റെ അഭിപ്രായത്തിൽ ഇതിനെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതിനെ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് മോഡേണിസമാണ്. അതിനെയല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. സാർ എനിക്കെതിരെ എന്തൊക്കെ പറയുന്നു എന്ന് കേട്ടാലേ എനിക്ക് എന്നെ നന്നാക്കാൻ പറ്റുകയുള്ളൂ. അതെ, തീർച്ചയായിട്ടും. മറിച്ച് ഞാൻ സാറിന്റെ വായിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റർ ഒട്ടിച്ചാലോ വിമർശിക്കാൻ പറ്റില്ല. തന്നെയല്ല, അവിടെ വേണ്ടത് ശരിക്കും വിമർശനമാണ്. വിമർശനത്തിൽ കൂടെയാണ് സമൂഹം നന്നാവുന്നത്, സാഹിത്യം നന്നാവുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നന്നാവുന്നത്. വിമർശനം കൊണ്ട് മാത്രം നമ്മൾ മുന്നേറുന്നത് ഈ വിമർശനം കൊണ്ടാണ്. എന്നിരിക്കെ ഗൾഫിലിരിക്കുന്ന ആൾ സ്വദേശത്തോടെ അതിനകത്ത് മതത്തെ നിന്ദിക്കുന്ന യാതൊന്നുമില്ല. ആ തരത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് യാതൊന്നും, കേവലം രാഷ്ട്രീയമായ ഒരു പ്രമേയം. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു മോശം വാക്കെന്ന് പറഞ്ഞാൽ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയായാലും മലപ്പുറത്തായാലും അത്ര നല്ലൊരു വാക്കല്ല. എന്ന അർത്ഥത്തിലാണ്. എന്തോ കയറ്റി എന്നുള്ള കേറ്റിയെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു സ്ലാങ്, ഒരു വല്ലാത്തൊരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നുണ്ട്. കാരണം ഈ വാക്ക് തന്നെ മറ്റ് അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുള്ളത് കേൾവിക്കാരന്റെ പൊതുബോധത്തിനെ അത് ബാധിക്കുന്നുണ്ട്. ആ ഒരു വാക്ക് അതിനേക്കാൾ ഭംഗിയുള്ള വാക്കുകൾ വീട്ടിൽ കയറ്റിയില്ല, ഞാൻ ചെന്നപ്പോൾ ബസ്സിൽ കയറ്റിയില്ല, അയാൾ ഡോർ അടച്ചു, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു. അല്ല, കയറ്റിയത് കറക്റ്റാണ്, കയറ്റിയത് കുഴപ്പമില്ല. കയറ്റി എന്നുള്ള അത് കേറ്റെന്നുള്ള ഉപയോഗിക്കുമ്പോൾ ാണ് അതിന് ദുരർത്ഥം കൂടി വരുന്നത്. അങ്ങനെ ചില വാക്കുകളുണ്ട്.
അങ്ങനെയുള്ള ചില ഒബ്സീനായിട്ട് മാറും. കത്തി കുത്തിക്കയറ്റി എന്നൊക്കെ പറയും. കയറ്റി ഒരു കുഴപ്പമില്ല, കയറ്റി ഈസ് ഓക്കെ, കയറ്റി എന്നുള്ളത്. പക്ഷേ ഇതിന് അതല്ലല്ലോ പ്രശ്നം, അതല്ല സംഭവം വന്നിരിക്കുന്നത്. അതിനൊരു കേസിന്റെ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ എത്രയോ മോശം വാക്കുകൾ ഉപയോഗിച്ചത്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്നുള്ള പാട്ടിന് അത് വളരെ മനോഹരമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പാരഡി ആയിട്ട് പാടിയിട്ടുണ്ട്. കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. കേസുണ്ടായോ? ആരെങ്കിലും എതിർപ്പുണ്ടായോ? അല്ല, വേറൊരു പാട്ടും കൂടെ ഉണ്ട് ഇതുപോലെ തന്നെ. പിന്നെ പൊന്നും സ്വർണവും മന്ത്രിക്ക്, കല്ലും മുള്ളും സ്വാമിക്ക് എന്നും പറഞ്ഞ പാട്ടുണ്ട്. എത്ര അർത്ഥവത്തായ പാട്ടാണ്. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക, സ്വർണവും പൊന്നും എല്ലാം അവര് അല്ല ഇപ്പൊ ഇറങ്ങിയതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംഭവത്തിന് ശേഷം വന്ന പാട്ടാണ്. അങ്ങനെയും പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ, പാരടികൾ നമുക്ക് തടയാനൊന്നും പറ്റില്ല ഒരു കേസ് കൊണ്ടൊന്നും. ഇത് വന്നുകൊണ്ടിരിക്കും. ജനം മനസ്സിൽ നിന്നുണ്ടാകുന്ന രോഷങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് ഈ പാട്ടുകൾ. ഒരു കേസ് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. ഈ കേസിൽ വലിയ ശിക്ഷ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ജാമ്യം തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമല്ല, മതനിന്ദയില്ല ഇതിലെ, പക്ഷേ ഒരു കലാപാഹ്വാനവും ഇല്ല. സാറ് ആദ്യം ഒരു കാര്യം ചോദിച്ചില്ലേ, ഇത് മതപരമായിട്ടൊരു വേർതിരിക്കലിനുള്ളൊരു ശ്രമമല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ആക്ച്വലി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിൽ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നമുക്കത് കാണാം. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ ജാതിയുണ്ട്, മതമുണ്ട്, ആ പ്രദേശത്ത് ഡെമോഗ്രഫി ഉണ്ട്, ജനസംഖ്യയുടെ പ്രാതിനിധ്യമുണ്ട്. അങ്ങനെയുള്ള നിരവധിയായ ഘടകങ്ങൾ അവിടെ മുതൽ തുടങ്ങിയാണ്. ഇത് പാർലമെന്റ് ഇലക്ഷൻ വരെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ സമൂഹത്തിൽ നമ്മുടെ നയനാർ എന്ന് പറയുന്ന രസകരമായ ആൾക്കാരോട് ഇടപഴകുന്ന ഒരു മുഖ്യമന്ത്രി പോപ്പിനെ കാണാൻ പോയപ്പോൾ പോപ്പിന് കൊടുത്തത് ഗീതയായിരുന്നു, ഭഗവത്ഗീതയായിരുന്നു. കേരളത്തിൽ വല്ല വിവാദം ഉണ്ടായോ? ഉണ്ടായില്ല. എന്നാൽ പിണറായി വിജയൻ ശ്രീ മോദിയെ കാണാൻ പോയപ്പോൾ ഈ പാർത്ഥസാരഥിയുടെ ഒരു ശില്പമാണ് കൊടുത്തത്. അതിനെ വിമർശിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മതനിരപേക്ഷമായൊരു സംസ്കാരത്തിന്റെ ഭാഗമല്ല ഇങ്ങനെ ചെയ്തെന്ന്. നോക്കുക, നമ്മുടെ ആൾക്കാർ മതത്തെ ഉപയോഗിച്ച് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവരുടെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം കൂടെ ഉണ്ട്. അതായത് ഞാൻ ഇന്ന മതത്തെ കുറ്റം പറഞ്ഞാൽ മറ്റേ മതത്തിന് സന്തോഷമാകുമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു രീതിയിലേ പെരുമാറാൻ പറ്റൂ. അവിടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മതപരമായി ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ കൂടുതൽ ഭിന്നിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീണനം സമൂഹത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ആ പ്രീണനം തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കൾ ബോധപൂർവ്വം ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ പാട്ട് ആൾക്കാർ കേട്ടു എന്നതുകൊണ്ട് മതപരമായി ആൾക്കാരെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഗവൺമെന്റ് കേസെടുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ വിഷമവുമില്ല, സന്തോഷമേ ഉള്ളൂ. മതപരമായി ജനങ്ങളെ വിഭജിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് ഗവൺമെന്റിനെ ഉള്ളൂ. മറിച്ച് ജനങ്ങൾക്ക് അത്തരത്തിലുള്ള മനോഭാവമൊന്നും. പിന്നെ അങ്ങനെ ഗവൺമെന്റ് പറയുമ്പോൾ ഒരു പക്ഷേ ആൾക്കാർ കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കും. നമ്മൾ ബേബിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ അനാവശ്യമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ധ്രുവീകരണം നടത്തുക എന്ന് പറയുന്നത് ആശാസ്യമായൊരു കാര്യമല്ല. ഇത്തരം നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കാരണം ഇവര് സമത്വം, സ്വാതന്ത്ര്യം എന്തൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെ കുറെ മുദ്രാവാക്യം, സാഹോദര്യം ഇതൊക്കെ പറയുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. തസ്ലീമ നസ്രീനോട് ഒരു നയം, അതേപോലെ തന്നെ 51 വെട്ടിയവനോട് മറ്റൊരു നയം എന്നൊരു സമീപനം അത്ര ശരിയല്ല. പ്രീണനം മാത്രമാണത്. അതിനകത്തൊരു ജനാധിപത്യ ബോധമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.